ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഭഗവത്ഗീതയുടെ രണ്ടാമത്തെ ക്ലാസ്സാണ്. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്താണ്? ധൃതരാഷ്ട്രരോട് സഞ്ജയൻ കുരുക്ഷേത്രത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ എന്താണ് നടക്കുന്നത് എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. പാണ്ഡവ സൈന്യത്തെ നിരത്തിയിരിക്കുന്നത് കണ്ടപ്പോൾ രാജാ ദുര്യോധനൻ ദ്രോണാചാര്യരെ സമീപിച്ചിട്ട് എങ്ങനെയാണ് പറഞ്ഞത്? ആചാര്യ, അങ്ങയുടെ ശിഷ്യനായ ദ്രുപദപുത്രൻ അണിനിരത്തിയിരിക്കുന്ന പാണ്ഡവ സൈന്യത്തെ കണ്ടാലും എന്ന് പറഞ്ഞ് പാണ്ഡവ സൈന്യത്ത് ആരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് വിസ്തരിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം വീണ്ടും ദുര്യോധനൻ പറയുകയാണ് ആരോട്? ദ്രോണരോട്. അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ, ഇനി നമ്മുടെ പക്ഷത്ത് എൻ്റെ സൈന്യത്തിൻ്റെ നായകന്മാരായി ആരെല്ലാം ഉണ്ട് എന്ന് അവരുടെ പേരുകൾ സഹിതം ഞാൻ പറയാം, അവിടുന്ന് കേട്ടോളൂ എന്നും പറഞ്ഞാണ് പേരുകളെല്ലാം ദുര്യോധനൻ പറഞ്ഞു കൊടുക്കുന്നത്. അതാണ് അവിടെ മുതലാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഭവാൻ ഭീഷ്മച്ഛ കർണച്ഛ കൃപച്ഛ സമിതിജ്ഞയഃ അശ്വത്ഥാമാ വികർണച്ഛ സൗമദത്തി തഥൈവച. ഭവാൻ ഭീഷ്മച്ഛ കർണച്ഛ കൃപച്ഛ സമിതിജ്ഞയഃ അശ്വത്ഥാമാ വികർണച്ഛ സൗമദത്തി തഥൈവച. ദുര്യോധനൻ ദ്രോണാചാര്യരോട് പറയുകയാണ്. ഭവാൻ എന്ന് പറയുന്നത് ദ്രോണാചാര്യരെ ഉദ്ദേശിച്ചിട്ടാണ് ഭവാൻ എന്ന് പറയുന്നത്. ഭീഷ്മ, കർണ, ഭീഷ്മനും കർണനും. കൃപ എന്ന് പറയുന്നത് കൃപാചാര്യർ. സമിതിജ്ഞയഃ, യുദ്ധവിജയികൾ. അശ്വത്ഥാമ, അശ്വത്ഥാമാവ്. വികർണ, വികർണൻ. സൗമദത്തി, സോമദത്തൻ്റെ പുത്രൻ. തഥാ, ഇപ്രകാരം. യവ, സമമായ. ച, കൂടെ. ഇനി അർത്ഥം എങ്ങനെ വരും? ഭവാനും, അതായത് ദ്രോണരും ഭീഷ്മരും കർണരും യുദ്ധവിജയിയായ കൃപരും അശ്വത്ഥാമാവും വികർണനും സൗമദത്തിയും കൂടെ. അതായത് ഭവാനും, ദ്രോണാചാര്യരുണ്ട്, ഭീഷ്മരുണ്ട്, കർണനുണ്ട്, യുദ്ധവിജയിയായ കൃപരുണ്ട്, അശ്വത്ഥാമാവും വികർണനുമുണ്ട്, സൗമദത്തി. ഭൂരിശ്രവസ് എന്നാണ് സൗമദത്തിയുടെ പേര്. അതായത് സൺ ഓഫ് സോമദത്ത, സോമദത്തൻ്റെ പുത്രൻ്റെ പേര് ഭൂരിശ്രവസ് എന്നാണ്. ഇവിടെ ദുര്യോധനൻ പറഞ്ഞിരിക്കുന്നത് സൗമിദത്ത എന്നാണ്. അതായത് സൗമദത്തൻ്റെ പുത്രൻ എന്ന് പറഞ്ഞിരിക്കുന്നു എന്നേ ഉള്ളൂ. കൂടെ ആളുകളുടെ പേരുകളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് സഞ്ജയൻ ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇങ്ങനെയൊക്കെ ദുര്യോധനൻ ആരോട് പറയുന്നു? ദ്രോണാചാര്യരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വിവരം സഞ്ജയൻ ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ സഞ്ജയന് ഒരു ദിവ്യദൃഷ്ടി കിട്ടിയിട്ടുണ്ട്. അതായത് കുരുക്ഷേത്രത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അപ്പോൾ ധൃതരാഷ്ട്രയെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട്. ഈ ദിവ്യദൃഷ്ടി ആരാണ് കൊടുത്തതെന്നറിയാമോ? കൃഷ്ണദ്വൈപായനൻ, അതായത് വേദവ്യാസൻ. വേദവ്യാസൻ ആരാണ്? ധൃതരാഷ്ട്രരുടെയും പാണ്ഡുവിൻ്റെയും ഒക്കെ അച്ഛനാണ്. ആ കഥ നിങ്ങൾക്കറിയാൻ മേലെങ്കിൽ നമ്മുടെ ചാനലിൽ ഭീഷ്മരുടെ കഥകൾ പറയുന്നുണ്ട്. ഭീഷ്മരുടെ കഥകൾ പറയുന്ന സമയത്ത് ഈ കഥകളെല്ലാം ഭീഷ്മരുടെ ആരാണ്, ധൃതരാഷ്ട്രവും പാണ്ഡുവും എങ്ങനെയാണ് വേദവ്യാസൻ ഇവരുടെ അച്ഛനായത് എന്നുള്ള വിവരങ്ങളെല്ലാം അതിനകത്ത് പറയുന്നുണ്ട്. മഹാഭാരതമാണ്. ഇതൊക്കെ അടിസ്ഥാനപരമായ കാര്യങ്ങളാണ്. നിങ്ങൾ അതും കൂടെ ഒന്ന് പോയി കേൾക്കണം. നമ്മുടെ പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട് ഞാനത്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ ഇനി എന്താണ് ദുര്യോധനൻ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം ആളുകളുടെ പേര് പറഞ്ഞു തീർത്തിട്ടില്ല. കൂടെ അവിടം വരെ കൊണ്ടാണ് നിർത്തിയിരിക്കുന്നത്. ഇനി എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. അന്യേച ബഹവഃ ശൂരാമദർത്ഥേ ത്യക്തജീവിതാഃ നാനാശാസ്ത്ര പ്രഹരണഃ സർവേ യുദ്ധ വിശാരദാഃ. അന്യേച ബഹവഃ ശൂരാമദർത്ഥേ ത്യക്തജീവിതാഃ നാനാശാസ്ത്ര പ്രഹരണഃ സർവേ യുദ്ധ വിശാരദാഃ.
അന്യേ അന്യർ, അതേഴ്സ് എന്നർത്ഥം. ച കൂടെ. ബഹവഹ ധാരാളം. ശൂര ധീരന്മാർ. മദർത്ഥ എനിക്കായിക്കൊണ്ട്. ത്യക്ത ജീവിതാഹ ജീവിതം ത്യജിച്ചിട്ട്. നാനാശാസ്ത്ര പ്രഹരണഃ പലതരം ആയുധങ്ങളുമായി. സർവേ എല്ലാം. യുദ്ധ വിശാരദഃ യുദ്ധത്തിൽ പ്രാവീണ്യം നേടിയവർ. എന്താണ് അർത്ഥം? എനിക്ക് വേണ്ടി ജീവൻ ഉപേക്ഷിക്കാൻ സന്നദ്ധരായി അനേകവിധം ആയുധങ്ങൾ ഉപയോഗിക്കുന്നവരായ അനവധി ശൂരന്മാരുണ്ട്. സകലരും യുദ്ധ വിശാരദന്മാരുമാണ്. ഈ വിവരം ദുര്യോധനൻ ദ്രോണാചാര്യരോട് പറയുകയാണ്. ഇത് സഞ്ജയൻ ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇപ്രകാരം ദുര്യോധനൻ ദ്രോണാചാര്യരോട് പറയുന്നുവെന്ന് സഞ്ജയൻ ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. വീണ്ടും ദുര്യോധനൻ പറയുകയാണ്, അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം ത്വിതമേ തേഷാം ബലം ഭീമാഭിരക്ഷിതം. അർത്ഥം, അപര്യാപ്തം ഇൻസഫിഷ്യൻറ്റ് അപൂർണം, തതു അത്, അസ്മാകം നമ്മുടെ, ബലം പട്ടാളം, ഭീഷ്മാഭിരക്ഷിതം ഭീഷ്മരാൽ നയിക്കപ്പെടുന്ന അല്ലെങ്കിൽ പ്രൊട്ടക്റ്റഡ് ബൈ ഭീഷ്മ, പര്യാപ്തം സഫിഷ്യൻറ്റ് പൂർണ്ണം, തു വേള, ഇതം ഇത്, ഏതേഷാം അവരുടെ, ബലം എന്നുദ്ദേശിക്കുന്നത് ആർമിയാണ്, സൈന്യം, ഭീമാഭിരക്ഷിതം പ്രൊട്ടക്റ്റഡ് ബൈ ഭീമ ഭീമനാൽ രക്ഷിക്കപ്പെടുന്നത് അല്ലെങ്കിൽ നയിക്കപ്പെടുന്നത് എന്നർത്ഥം. ഭീഷ്മാഭിരക്ഷിതമായ അതായത് ഭീഷ്മനാൽ സംരക്ഷിക്കപ്പെടുന്ന നമ്മുടെ സൈന്യം അപര്യാപ്തവും എന്നാൽ ഭീമനാൽ നയിക്കപ്പെടുന്ന അവരുടെ സൈന്യം പര്യാപ്തവുമാകുന്നു. ഇവിടെ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ദുര്യോധനൻ്റെ ആത്മവിശ്വാസമില്ലായ്മയാണ് ഇവിടെ വെളിവാക്കുന്നത്. ഇവിടെ ദുര്യോധനൻ ആദ്യം വലിയ മഹാരഥന്മാരൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കുറേ പേരുകളൊക്കെ പറയുന്നു. അതിനുശേഷം പിന്നീട് പറയുകയാണ്, ഭീമനാൽ രക്ഷിക്കപ്പെടുന്ന അവരുടെ സൈന്യം പാണ്ഡവരുടെ സൈന്യം പര്യാപ്തവും എന്നാൽ എൻ്റെ സൈന്യം അപര്യാപ്തവുമാണ് എന്ന് ദുര്യോധനൻ പറയുന്നു. അപ്പോൾ ദുര്യോധനൻ ഒരു ഭയം തോന്നിത്തുടങ്ങി. അതുകൊണ്ടാണ് ഇങ്ങനെ പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത്. എന്നിട്ട് വീണ്ടും ദുര്യോധനൻ പറയുകയാണ്, അയനേഷു ച സർവേഷു യഥാഭാഗമവസ്ഥിതാഃ ഭീഷ്മമേവാഭിരക്ഷന്തു ഭവന്തഃ സർവ ഏവ ഹി. എന്താണ് ഇതിൻ്റെ അർത്ഥം? അയനേഷു സേനാവിഭാഗം, ച കൂടെ, സർവേഷു എല്ലാം, യഥാഭാഗ അവനവൻ്റെ സ്ഥാനത്ത്, അവസ്ഥിതഃ തീർച്ചപ്പെടുത്തിയ, ഭീഷ്മ ഭീഷ്മര്, ഏവ ഒരുപോലെ, അഭിരക്ഷന്തു രക്ഷിക്കുക, ഭവന്തഃ നിങ്ങൾ, സർവ എല്ലാം, ഏവ മാറാത്ത, ഹി തീർച്ചയായും അതായത് എല്ലായിടത്തും നിങ്ങളെല്ലാവരും നിർദ്ദിഷ്ട സ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ ഭീഷ്മരെ കാത്തുകൊള്ളണം. അതായത് യുദ്ധം നടത്തുന്നതിനായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുന്ന സമയത്ത് ഓരോരുത്തരും ഓരോ സ്ഥാനങ്ങൾ നിർത്തി ആണ് ഇന്ന സ്ഥലത്ത് ഇന്ന ആൾ നിൽക്കണം. അങ്ങനെ ഒരു നേരത്തെ ഒരു വ്യവസ്ഥയുണ്ട് അല്ലേ? നമ്മൾ പത്മവ്യൂഹം ഇങ്ങനെയൊക്കെ ഓരോ വ്യൂഹങ്ങളായിട്ട് ആണ് നമ്മൾ ഇതിന് നിൽക്കുന്നത്. അപ്പോൾ ആ വ്യൂഹത്തെ തകർത്തുകൊണ്ട് മറ്റേ ആൾ അകത്തേക്ക് കയറണം. ആ രീതിയിലാണ്. ഇപ്പോൾ ഗരുഡൻ്റെ രൂപത്തിൽ നിൽക്കും, അല്ലെങ്കിൽ
താമരയുടെ രൂപത്തിൽ നിൽക്കും. ഇങ്ങനെ ഓരോ രൂപങ്ങളിലാണ് നിൽക്കുന്നത്. അപ്പം അതിനെ തകർത്തുകൊണ്ട് മുമ്പോട്ട് പോകണം. അപ്പം നേരത്തെ തന്നെ നിശ്ചയിച്ചിട്ടുണ്ട് ഒരു രൂപം. ആ രൂപത്തിൽ, അതായത് അങ്ങനെ ഓരോരുത്തരും എവിടൊക്കെയാണോ നിശ്ചയിച്ചിരുന്നത് അതാത് സ്ഥാനങ്ങൾ നിന്നുകൊണ്ട് തന്നെ ഭീഷ്മരെ കാത്തുകൊള്ളണം. അതായത് അന്നത്തെ ദിവസം യുദ്ധം നയിക്കുന്നത് ആരാണ്? ഭീഷ്മരാണ്. അതുകൊണ്ട് എല്ലാവരും അതാത് സ്ഥാനത്ത് നിന്നുകൊണ്ട് ഭീഷ്മ പിതാമഹനെ കാത്തു സംരക്ഷിച്ചു കൊള്ളണം. അദ്ദേഹത്തിന് യുദ്ധസമയത്ത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ അത് പരിഹരിച്ചും ശിഖണ്ഡിയെയും മറ്റും ആ വ്യൂഹത്തിനുള്ളിൽ കടക്കാൻ അനുവദിക്കാതെയും ശ്രദ്ധയോടെ നോക്കിക്കൊള്ളണമെന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പം ഇതെല്ലാം സഞ്ജയൻ ധൃതരാഷ്ട്രക്ക് വിവരിച്ചു കൊടുക്കുകയാണ്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.